ഹലോ ഫ്രണ്ട്സ്, എഗെയിൻസ് വെൽക്കം ടു അപ്പൂസ് വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം, മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് സവാളയാണ്. സവാളയുടെ തൊലിയൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാനിപ്പോൾ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, സവാളയുടെ തൊലി എളുപ്പത്തിൽ എങ്ങനെ കളയാമെന്നുള്ളതിനെ പറ്റിയും പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ കിച്ചൺ ടോപ്പൊക്കെ വൃത്തികേടാകാതെ എളുപ്പത്തിൽ നമ്മൾ ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പും കൂടി ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സവാളയുടെ തൊലി കളഞ്ഞെടുക്കാം. ഇപ്പം ഞാൻ സാധാരണ നമ്മളെങ്ങനെയാണോ വീട്ടിൽ സവാളയുടെ തൊലി കളഞ്ഞെടുക്കുന്നത് ആ ഒരു രീതിയിലാണ് ഞാനിത് കളഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ സ്ലോ ആയിട്ട് നമുക്കത് കളഞ്ഞ് കിട്ടുന്നുള്ളൂ, തൊലി കളയാൻ പറ്റും. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് തിരക്കൊക്കെ ഉള്ള സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതുപോലെ സവാള എടുത്തതിന് ശേഷം രണ്ട് ഭാഗവും ഒന്ന് നമ്മുടെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയൊരു വരയിട്ട് കൊടുക്കുക. നേരിയ രീതിയിൽ വരയിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് അടിഭാഗം കൂടി ഇതുപോലെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് തൊലി ഉരിഞ്ഞിട്ട് എടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് സവാളയുടെ തൊലി കളഞ്ഞ്, അതുപോലെ കട്ടിങ്ങിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിതാ ഈ ഒരു ഉള്ളിയുടെ മേൽഭാഗത്ത് നമ്മൾ കളയുന്ന മൂക്ക് എന്നൊക്കെ പറയുന്ന ഈ ഒരു ഭാഗവും നമുക്ക് എളുപ്പത്തിൽ കളഞ്ഞെടുത്താൽ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പമായിട്ട് മാറും. അപ്പോൾ ആ ഒരു വേസ്റ്റ് കൂടി നമുക്കിത് ഇതിലിടാം. ഇനി ഈ ഒരു വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു കവർ എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബോർഡ്, നമ്മുടെ കട്ടിംഗ് ബോർഡ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ കിച്ചൺ ടോപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവസാനം ക്ലീൻ ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫുഡ് പ്രിപ്പയറിംഗ് ഒക്കെ കഴിയുമ്പോൾ എക്സ്ട്രാ ജോലി ചെയ്യണ്ട. ഈ ഒരു ജോലി ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് എടുത്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് വരെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് അവസാനം എടുത്തുകൊണ്ട് കളഞ്ഞാൽ മാത്രമേ. അപ്പോൾ എക്സ്ട്രാ ക്ലീനിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് വേറൊരു സവാള കൊണ്ടുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ കണ്ണ് നീറുന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കുറച്ച് വിനാഗിരി എടുക്കാം. നമ്മുടെ വീട്ടിലൊക്കെ വിനാഗിരി ഉണ്ട്. ആ വിനാഗിരി എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തിയിൽ ഇതുപോലെ ഒന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി. ഒരുപാടൊന്നും എടുക്കേണ്ട. രണ്ട് വശവും നല്ല രീതിയിലൊന്ന് തൊട്ടുകൊടുക്കുക. അതുപോലെ നമ്മൾ കട്ട് ചെയ്യുന്ന ഇതുപോലെ സവാളയുടെ ഈ ഒരു മൂക്ക് ഭാഗത്തായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ചും ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത്, ഇപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാനും പറ്റും, എളുപ്പത്തിൽ കട്ട് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും കണ്ണ് നീരുകയോ വെള്ളം വരികയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ടിപ്പ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത ടിപ്പിലേക്ക് നമുക്ക് പോകാം. നമ്മൾ സവാള വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഉള്ള ഒരു പ്രധാന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, അധികരിച്ച് വരുന്ന കൊതുക് ശല്യമാണ്. അപ്പോൾ പലർക്കും ഈ മൊസ്കിറ്റോ കോയിലിൻ്റെയും അല്ലെങ്കിൽ ഓൾ ഔട്ട് അതുപോലുള്ള ലിക്വിഡിൻ്റെയൊക്കെ സ്മെല്ല് അലർജറ്റിക് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണിത്. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ, ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്ററായിട്ട് തോന്നുക. അപ്പോൾ ഒരു ചെറിയ സവാളയുടെ പകുതി ഭാഗം എടുത്തിട്ട് ഇതുപോലെ നമുക്ക് കറാമ്പ് ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുക്കുക. നമ്മുടെ നിറച്ച് ഈ ഒരു സവാളയുടെ ഭാഗത്ത് ഒരു 5-10 കറാമ്പൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൂടുതലായിട്ട് കൊതുക് ശല്യമൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് എവിടെയാണോ ഇരിക്കുന്നത് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇതൊന്ന് വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് ഈ ഒരു സവാളയുടെയും ഗ്രാമ്പൂവിൻ്റെയും മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്മെല്ല് കൊതുകിനൊക്കെ ഭയങ്കര. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊതുക് കയറാതെ നല്ല രീതിയിൽ ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് സഹായിക്കും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഇതാണ്. കുട്ടികൾക്ക് ഒക്കെ ഉള്ള വീട്ടിൽ നല്ലൊരു ടിപ്പാണിത്. ഇനി അടുത്തതായിട്ടുള്ള ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു പകുതി സവാള എടുക്കുക. നമ്മുടെ മിക്സിയുടെ ജാറിൽ, അതുപോലെ തന്നെ നല്ല ജീരകത്തിൻ്റെ കുറച്ച് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള കുറച്ച് നല്ല ജീരകമായിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ശരിക്കും ഇത് അരച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് കിട്ടുക. നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു സ്മെല്ലായിരിക്കും ഇത്, സവാളയുടെയും നല്ല ജീരകത്തിൻ്റെ സ്മെല്ല്. പക്ഷേങ്കിൽ നമ്മുടെ വീട്ടിൽ ഈ ഒരു സന്ധ്യാസമയത്തൊക്കെ വരുന്ന കൊതുക്, അതുപോലെ ചെറിയ പ്രാണികളും പാറ്റകളൊക്കെ ഉണ്ടാവും. ഈ ഒരു മഴക്കാലത്ത് മാത്രം കാണപ്പെടുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ അതിനെയൊക്കെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു
സംഭവമാണിത്. ഇതുപോലെ നമ്മളിതാ കുറച്ചെടുത്തിട്ട് നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് നമ്മൾ നല്ല ജീരകവും സവാളയും കൂടിയിട്ട് അടിച്ചെടുത്ത കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുള്ള ഒരു നീരായത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതുപോലെ കുറച്ച് പഞ്ഞി എടുക്കുക. ഇനിയിപ്പോൾ പഞ്ഞി ഇല്ലാത്തവർക്കാണെങ്കിൽ ചെറിയ കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ടിപ്പ് ഇതൊക്കെ. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ചെറിയ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ പ്രായമായവരൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ നമുക്ക് ഈ കോയിൽ അല്ലെങ്കിൽ കോയിലിൻ്റെ പുകയും അതുപോലെ ലിക്വിഡിൻ്റെ സ്മെല്ലൊക്കെ അലർജറ്റിക്കായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണിത്. ഇതുപോലെ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മുടെ റൂമിൻ്റെ അല്ലെങ്കിൽ കിച്ചണിലൊക്കെയുള്ള ജനാലകളുടെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഓരോ ചെറിയ ചെറിയ ഈ പഞ്ഞി മുഴുവനായിട്ട് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ ബോൾസ് പോലെയാക്കിയിട്ട് നമ്മുടെ ജനലിൻ്റെയൊക്കെ ഓരോ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കൊതുകൊന്നും വരാതെ നമുക്ക് ജനാലൊക്കെ തുറന്ന് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ വെക്കാൻ പറ്റും. അതുപോലെ തന്നെ കൊതുകൊക്കെ കയറിയിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ ഓരോ ജനലിൻ്റെ, അപ്പോൾ നമുക്ക് ജനൽ തുറന്ന് നമ്മളിപ്പോൾ ജനലൊക്കെ അടക്കാൻ മറന്നു പോയാലും പേടിക്കുകയൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലേക്ക് കൊതുക് കയറുകയേയില്ല. ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്താൽ മതിയാവും. ഓരോ ജനലിൻ്റെ ചെറിയൊരു കഷ്ണാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതിയാവും. ഓരോ ജനലിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കൊതുകിനെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഓടിക്കാനുള്ള ഒരു വിദ്യയാണ്. അപ്പോൾ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ കാണുന്ന കൂട്ടത്തിൽ തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്താൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് നിങ്ങളുടെ കമൻസൊക്കെ പറയുന്നു വിചാരിക്കുന്നു. ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണിത്. എന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ് ഇതൊക്കെയും. അപ്പോൾ എല്ലാവരും ടിപ്പൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കുക. അപ്പം നമ്മുടെ വീട്ടിലുള്ള പ്രായമായവർക്കും അല്ലെങ്കിൽ രോഗികൾക്ക് അതുപോലെ അലർജി പരമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഉള്ളവരുണ്ടാവില്ല, അതുപോലെ 5 വയസ്സ് താഴെയുള്ള കുട്ടികൾ, അവർക്കൊക്കെ നമുക്ക് ഈ മോസ്കിറ്റോ കോയിലിൻ്റെ പുക അല്ലെങ്കിൽ ഓൾ ഔട്ടിൻ്റെ ലിക്വിഡിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഭയങ്കര ഡിസ്റ്റർബിങ്, അല്ലെങ്കിൽ അത് കാരണം വേറെ അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണിത്. നമുക്കാണെങ്കിൽ അധികം പൈസ ചിലവൊന്നുമില്ല. ഒരു 5 മിനിറ്റത്തെ കാര്യമല്ലേ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സവാളയും നല്ല ജീരകവും കൂടിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ട് ഇതുപോലെ ഒരു കോട്ടണിലാക്കിയിട്ട് നമ്മുടെ ഓരോ ജനാലുകളുടെയും അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലൊക്കെ നമ്മൾ ഇരിക്കുന്നിടത്തൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതിയാവും. കുട്ടികൾ പഠിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടിപ്പാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.